കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ മൃദംഗ വിഷൻ MD നികേഷ് കുമാർ ഹാജരായി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് നികേഷ് കുമാർ ഹാജരായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നികേഷ് ഹാജരായത്. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, വിശദാംശങ്ങൾ. ഷമി, ഇന്ന് വിദഗ്ധ സംഘം ഉമാ തോമസിൻ്റെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. അതിനുശേഷം നേരിയ പുരോഗതി ഉണ്ടെന്നും അറിയിച്ചിരുന്നു. ഈ മെഡിക്കൽ സംഘം, കോട്ടയത്ത് നിന്നെത്തിയ പ്രത്യേക മെഡിക്കൽ സംഘം ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘവും കൊച്ചിയിലെ റെനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുമായി ഈ വിഷയം ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. കൃത്യമായി തന്നെ ആരോഗ്യ നില എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തി. നേരിയ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം അവശേഷിക്കുന്ന ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയത് ശ്വാസകോശത്തിനേറ്റ ചതവ് മൂലം ശ്വാസകോശത്തിന് പുറത്ത് ചെറിയ തോതിൽ നീർക്കെട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ലെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചികിത്സയും ശ്രദ്ധയും ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഈ കലൂരിൽ സ്റ്റേഡിയത്തിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷൻ MD നികേഷ് കുമാർ പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ നികേഷ് കുമാറിനെ പാലാരിവട്ടത്ത് പോലീസ് ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നികേഷ് ഹാജരായത്. അതോടൊപ്പം തന്നെ ഈ ഈവൻറ്റിൻ്റെ പരിപാടിയുടെ സംഘാടകർക്കൊപ്പം ഈ പരിപാടിയുടെ ഇവൻറ്റ് സംഘടിപ്പിച്ച ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ഓസ്കർ ഇവൻസിൻ്റെ ഉടമ PS ജനീഷ്, അയാളോടും ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കാണിച്ച് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ജനീഷ് ഹാജരായിട്ടില്ല. പക്ഷേ നികേഷ് കുമാർ നിലവിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുണ്ട്. മൃദംഗ വിഷന്റെ MD നികേഷ് കുമാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്.